ഹെവി എന്ന് വെച്ചാൽ ഇതെല്ലാം ഹെവി. പാൽക്കട്ടളയാണ് ഇത്. അങ്ങനെ നമ്മൾ ചെല്ലാനത്ത് എത്തിയിരിക്കുകയാണ്. കാര്യമായിട്ട് തിരയില്ല, വെള്ളം സൈലൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പണി തുടങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. കാര്യമായിട്ടുള്ള ഒരു തിരയില്ല. ഓക്കെ എന്നാ. അപ്പോൾ നമ്മൾ കായലിൽ സ്ഥിരം ചൂണ്ടയിട്ട് മടുത്ത്, അപ്പോൾ നമ്മൾ കടലിലേക്കൊന്ന് വന്നാണ്. അപ്പോൾ ചെമ്മീനൊക്കെ കൊണ്ടുവന്ന് കൊളുത്തിയിട്ട് കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്. നല്ല കട്ട വെയിലാണ്. വെയിൽ കൊണ്ടാകെ കരിഞ്ഞ ഒരവസ്ഥയായി. പക്ഷേ മീൻ കാര്യമായിട്ടൊന്നും കൊത്തണില്ല, ചെറിയ കുട്ടൻ കോരയൊക്കെ കൊത്തണുള്ളൂ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായി. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് നേരെ നമ്മുടെ പാലത്തിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ജീവനുള്ള മീൻ കിട്ടിയില്ല, പക്ഷേ ചത്ത മീൻ കയറി ഉടക്കി വന്നിട്ടുണ്ട്. കണ്ടോ, അത് അടിപൊളി ഒരു വറ്റയാണ്. കണ്ടോ, അടിപൊളി വറ്റ. ഇതിൽ ഒഴുകിപ്പോയി, ചത്ത ഒഴുകിപ്പോയാണ്. നമ്മളതിനെ ഉടക്കി പിടിച്ചിട്ടുണ്ട്. അത് കുട്ടൻകോര മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെ, വലിയ ചത്ത ഒഴുകി വന്ന മീനെ നമ്മൾ ഉടക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ വയറ്റിൽ തന്നെ കയറി ഉടക്കുകയും ചെയ്തു. അത്യാവശ്യം സൈസുള്ളൊരു വറ്റ കേട്ടോ, അടിപൊളി വറ്റ. കേടായിട്ടൊന്നും ഇല്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല, അത് ഒരു കിളി പോയി ഒഴുകി വന്നാണ് ഇതില്ല. അടിപൊളി. അപ്പം നമ്മൾ പാലത്തിലെത്തിയിട്ടുണ്ട്. നട്ടുച്ച ആയതുകൊണ്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. അപ്പം നമ്മുടെ പാലം തന്നെ ബെറ്റർ. കടലിൽ പോയിട്ടാണ് വെയിൽ കൊണ്ട് ഒരു പരുവത്തിലായി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ചൂണ്ട ഇറക്കി നോക്കാം. കാര്യമായിട്ടുള്ള പായലും ഇല്ല. അപ്പോൾ എന്തെങ്കിലും മറ്റേ ചെറിയ മീൻ കട്ടിലേക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ കടലിൽ പോയിട്ട് ഒരു രക്ഷയില്ല, കാര്യമായിട്ടുള്ള മീനൊന്നും അടിച്ചില്ല. അപ്പം നമുക്ക് ചൂണ്ട ഇറക്കി നോക്കാം, എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. ഓക്കെ എന്നാ. കട്ടല അടിക്കാൻ പറ്റിയ വെള്ളമാണ്. ഒരു ചെറിയ കലക്കുള്ള സമയത്താണ് കൂടുതലും കട്ടല അടിക്കുന്നത്. പിന്നെ അതുപോലെ നല്ല കലക്ക് വന്നു കഴിഞ്ഞാൽ ചെമ്പല്ലി അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കലക്കിൽ വറ്റ അത്ര കുറവായിരിക്കുള്ളൂ, നമ്മുടെ ഗിൽറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ കട്ടല അടിക്കും, കളർ ഗിൽറ്റയിലടിക്കും. ഒഴുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒഴുക്കിറങ്ങുമ്പോൾ എന്തായാലും മീൻ അടിക്കുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തക്കമാണ്. കുറച്ചുകൂടെ ഒഴുക്ക് തുടങ്ങുമ്പോൾ മീൻ അടിക്കുമായിരിക്കും. ആണല്ലേ? അതെ, അടിപൊളി കട്ടല അടിച്ചിട്ടുണ്ട്. ആ, അത് മൊത്തത്തിൽ കാണാൻ പാൽക്കട്ടലാണെന്നറിയില്ല, എന്തായാലും കയറി വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി കട്ടല കയറിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ ആ റേറ്റിലുള്ള കട്ടല. അപ്പോൾ ഓക്കെ, താഴേക്ക് അടിപൊളി. എന്തായാലും പാൽക്കട്ടളയാണെന്ന് അറിയാൻ വേണ്ടി ഈ ബൈക്കിൽ അടുത്ത ആഴ്ച നിൽക്കും. ഇല്ല, പാൽക്കട്ടളയല്ല കേട്ടോ, സാധാരണ. ഓക്കെ, അതല്ലേ കൊണ്ടുപോകോട്ടാ. ആ, സെറ്റ് അടുത്ത് കട്ടില്ല. ആ, അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ കട്ടള വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉക്ക് ബൈക്കിൽ കയറി ഉണക്കിയിരിക്കുകയാണ്. അത് പോകുമില്ലോ എന്ന് നമുക്ക് അറിയില്ല, അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്തായാലും പൊക്കുവാണ് നമ്മൾ. പിടച്ചാൽ ലക്ക് പോലെ ആയിരിക്കും കേട്ടോ. പിടച്ചാൽ മിസ്സായി പോകും. ബാക്കി നോക്കാം. ഒലിച്ച് കരയിലേക്ക് കിട്ടും, ഒലിച്ച് കരയിലേക്ക് കിട്ടും. അങ്ങനെ ഹെവിന്ന് വെച്ചാൽ ഇതെല്ലാം ഹെവി. ഹെവി മുതൽ സൈസ് ഉണ്ടോ? സൈസ് വയറ്റിലടക്കി വന്നു. ഇതും ഒരു ബമ്പർ ലോട്ടർ വരുന്നു. ഇത് പാൽക്കട്ടളയാണ്. പാൽക്കട്ടളയാണ് ഇത്. ഇവിടെ നോക്കട്ടെ, പാൽക്കട്ടളയാണ്. അല്ലല്ല, ഇത് സാധാ കട്ടള. ഇത് കണ്ടോ, നമ്മുടെ സബ്സിയുടെ ഗുണം ഇതാണ്, ഉടക്കി വന്നേക്കണം. എന്നിട്ടൊരു മിസ്സായില്ല എന്നുള്ളതാണ്. ഇത്ര ഹെവി സാധനം. ആ കട്ട് ഒരിക്കട്ട് ഭയങ്കര ഓട്ടം.
হবে। ആ കുഴപ്പമില്ല, ഇത്ര കാട്ടിൽ ഈ സാധനം പൊട്ടിപ്പോയല്ലേ. ഒരു സ്ട്രോങ് ഇല്ലായിരുന്നെങ്കിലേ. അതും വയറ്റിൽ കപ്പ് വയറ്റിലുണ്ട് വയറ് സാധനം ഓക്കെ കേട്ടോ. മറ്റേ ടൈപ്പ് ഇല്ല. ഇതിലും സാധനമല്ലേ കിടില. അപ്പോൾ രണ്ടാമത്തെ കട്ടില കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇറക്കാൻ പോകണം. അയ്യോ പാലം കണ്ണി അടിച്ചു. കുറേ നാളിന് ശേഷം കണ്ണടിക്കും. കണ്ണി കുറവായിരുന്നു. അടിപൊളി ഒരു കണ്ണി കയറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കൊരു വറ്റ അടിച്ചിട്ടുണ്ട്. ഇത് കയറി വരട്ടോ. നല്ല അടിപൊളി വെള്ളവറ്റയാണ്. റെക്കോർഡിംഗ് അല്ലേ? സൂപ്പർ വെള്ളവറ്റ കയറിയുണ്ട്. അപ്പോൾ അടിപൊളി ഒരു വറ്റ അടിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനുകളാണ്. അപ്പോൾ രണ്ട് അടിപൊളി കട്ടള കിട്ടിയിട്ടുണ്ട്. കട്ടള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചാകരയായിരുന്നു. കട്ടളയുടെ സൈസ് കേട്ടോ ഹെവിയാണ്. ഹെവി 2 കിലോ സൈസുള്ള കട്ടളയാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ്. ഇതാണ്. ഇനി വേറെ മീൻ കിട്ടുവാണെങ്കിൽ അതും ഈ വീഡിയോയിലുണ്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ മീൻ പിടിച്ച് തരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? ചാകരയായിരുന്നു. ചാകര, വറ്റ, അടിപൊളി കട്ടള. പാൽക്കട്ടളയല്ല, സാധാ കട്ടളയാണ്. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മീൻ കിട്ടുകയാണെങ്കിൽ അത് രീതിയിലുണ്ടാവും. ഓക്കെ എന്നാ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ എന്നാ കേട്ടോ. സൈസ് കേട്ടോ, നമ്മുടെ കട്ടളയുടെ സൈസ് കേട്ടോ. എന്ത് കട്ടളയുടെ സൈസ് കേട്ടോ. എല്ലാം സബക്കീലാണ് അടിച്ചേക്കണം. കൈ അടയ്ക്കട്ടെ. കേൾക്കട്ടെ.